بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك عليه. മുപ്പത്തിയെട്ടാമത്തെ ഹദീസ്. ക്ഷമയാണ് നമ്മുടെ അധ്യായം. وعن ابن مسعود رضي الله عنه قال دخلت على النبي صلى الله عليه وسلم وهو يوعك فقلت يا رسول الله സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, മറന്നുപോയി. അപ്പൊ ഷെയർ അല്ലേ, കാണുന്നില്ലേ? ഇന്നക തൂഅകു വഅകൻ ശദീദൻ ഖാല അജൽ ഇന്നി ഊഅകു കമാ യൂഅകു റജുലാനി മിൻകും. ഖുൽതു ദാലിക അന്ന ലക അജ്റൈനി. ഖാല അജൽ ദാലിക കദാലിക മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ശൗകതൻ ഫമാ ഫൗഖഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹി വഹുത്തതു അൻഹു ദുനൂബുഹു കമാ തഹുത്തു ശജറത്തു വറഖഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഠിനമായി പനിയുള്ള ഒരു ദിവസം ആണ് ഈ ഹദീസിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ശക്തമായി പനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് പനിക്കുന്ന അത്രയും ശക്തിയായി എനിക്ക് പനിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുമോ? അതെ, അങ്ങനെ തന്നെ, ഇരട്ടി പ്രതിഫലം കിട്ടുകയും ചെയ്യും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന് ഒരു പ്രയാസം വന്നു, ഒരു വിഷമം വന്നു. അത് കാലിലൊരു മുള്ള് തറക്കുക അല്ലെങ്കിൽ അതിന് ഉപരിയായിട്ടാവട്ടെ. ചെറിയൊരു പ്രയാസമാണല്ലോ കാലിൽ മുള്ള് കുത്തുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രയാസം ഒരു മുസ്ലിമായ മനുഷ്യന് വന്നു. എന്നാൽ അത് കാരണം അവൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും. അതുപോലെ ഒരു മരത്തിൽ നിന്നും മരം ഇലയെ പൊഴിക്കുന്നത് പോലെ അവൻ്റെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് ഹദീസിൻ്റെ സാരം. ഇത് നമുക്ക് അർത്ഥം വെച്ച് നോക്കുക. وعن ابن مسعود رضي الله عنه قال
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല, അദ്ദേഹം പറയുകയാണ്, ദഖൽതു, ഞാൻ പ്രവേശിച്ചു, അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി സന്ദർശിച്ചു. വഹുവ യൂഅക്കു, നബി തങ്ങൾ പനി പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുൽത്തു, അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നക തുഅക്കു, തീർച്ചയായിട്ടും നിങ്ങൾ പനി ബാധിക്കപ്പെട്ടിരിക്കുന്നു, വഴക്കൻ ഷദീദൻ, ശക്തമായ പനിയുണ്ടല്ലോ നിങ്ങൾക്ക്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, ഇന്നി ഊഅകു, തീർച്ചയായും ഞാൻ പനി ബാധിക്കപ്പെട്ടവനാണ്. എപ്രകാരം? കമാ യൂഅകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്നും 2 പേർക്ക് പനി ബാധിക്കപ്പെടുന്നത് പോലെ അത്രയും പ്രയാസത്തിലാണ് ഞാൻ. 2 പേർക്ക്. ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, ദാലിക, അങ്ങ് അത്, അന്നലക്ക അജ്റൈനി, അങ്ങേക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണോ? ഇരട്ടി പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചു. അജ്റൈനി, അത് പറഞ്ഞ ഒരു പ്രതിഫലം, അജ്റൈനി 2 പ്രതിഫലം, ഇരട്ടി പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജൽ, അതെ, ദാലിക കദാലിക, അത് അങ്ങനെ തന്നെയാണ്. 2 പേരുടെ പ്രയാസം എനിക്ക് ഉണ്ടായാൽ അപ്പോൾ 2 പേർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടും. എന്നിട്ട് പറയുകയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാമിൻ മുസ്ലിമിൻ, മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാളും ഇല്ല, യുസീബുഹു അവൻ, അവന് പ്രയാസം പിടിപെടുന്നു, വിഷമം പിടിപെടുന്ന മുസ്ലിമീങ്ങളിൽ നിന്നും ഒരാളും തന്നെയില്ല, ഷൗക്കത്തൻ, പ്രയാസം എന്ന് പറഞ്ഞാൽ ഷൗക്കത്തൻ ഒരു മുള്ളാവട്ടെ, ഫമാ ഫൗഖഹ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളത്, മുള്ളോ അതിന് മുകളിലുള്ളത്. കാലിൽ മുള്ള് തറക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രയാസം, അതാവട്ടെ ഇനി അതിന് മുകളിൽ എന്തോ ആവട്ടെ. അങ്ങനെ മുസ്ലിമായ മനുഷ്യരിൽ നിന്നും ഒരാളും തന്നെയില്ല, ഇല്ലാ കഫറല്ലാഹു, അള്ളാഹു പ്രായച്ചിത്തം ചെയ്തിട്ടല്ലാതെ, ബിഹാ, ആ പ്രയാസത്തിനു പകരം, സയ്യിആത്തിഹി, അവൻ്റെ ദോഷങ്ങളെ. അപ്പോൾ അവൻ്റെ ആ പ്രയാസം, ആ മുള്ളാവട്ടെ അല്ലെങ്കിൽ മുള്ളിൻ്റെ മുകളിലാവട്ടെ, ഏതൊരു പ്രയാസമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ എത്തുന്നത്, അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ദോഷങ്ങൾക്ക് അതൊരു പ്രായച്ചിത്തമായിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. അതുപോലെ കൊഴിഞ്ഞു പോകും, മിൻഹു, അൻഹു, അവനെ വിട്ട് കൊഴിഞ്ഞു പോകും, ദുനൂബുഹു, അവൻ്റെ ദോഷങ്ങൾ. ഇതുപോലെ കമാ തഹത്തു ഷജറത്തു, ഒരു മരം കൊഴിക്കുന്നത് പോലെ, വറഖഹ, ആ മരത്തിലെ ഇലകളെ കൊഴിക്കുന്നത് പോലെ അവൻ്റെ ദോഷങ്ങളെല്ലാം കൊഴിഞ്ഞ് പോകപ്പെടുകയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ പനി പിടിച്ച് വിഷമത്തിലായിരിക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിൽ ഒരു ബുദ്ധിമുട്ടുള്ള പദം യൂഅക്കു എന്നാണ്. യൂഅക്കു എന്ന് പറഞ്ഞാൽ അത് വഴക്ക് എന്നതിന് വന്നാണ്. വഴക്ക് എന്ന് പറഞ്ഞാൽ മഹ്സുൽ ഹുമ്മ, പനി പിടിച്ചുള്ള ചൂടിനാണ് വഴക്ക് എന്ന് പറയുന്നത്. അപ്പം ശക്തമായി പനി പിടിച്ച് ചൂട് ബാധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു നബി തങ്ങൾ.
ഒക്കെ ഇതിലൊരു അഭിപ്രായം അല്ല ഹുമ്മ, ചൂടല്ല പനി തന്നെയാണ്, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പനി തന്നെയാണ്, എന്തല്ല ചൂടല്ല. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിക്കപ്പെട്ട് പ്രയാസമായിരിക്കെ ഞാൻ തങ്ങളുടെ അടുക്കൽ ചെന്നു, ശക്തമായി പനിക്കുന്നുണ്ടല്ലോ നബിയെ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അതെ, ഇന്നി യുഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്നും രണ്ടു പേർക്ക് പനി ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പനിയാണ് എനിക്ക് പിടിപെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഖുൽതു ദാലിക അന്നലക അജ്റൈനി, അത് അങ്ങേക്ക് രണ്ട് പ്രതിഫലം ലഭിക്കും എന്നാണോ? ഖാല അജൽ ദാലിക കദാലിക, അങ്ങനെ തന്നെയാണ്, അതെ. എന്നിട്ട് പൊതുവെ ഒരു വിഷയം പറയാണ്, നമുക്ക് വേണ്ടി പറയാണ്, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളും തന്നെയില്ല, അവന് ഒരു പ്രയാസം, വിഷമം എത്തിയിരിക്കുന്നു. ഷൗക്കത്തൻ ഫമാ ഫൗഖഹ, അത് മുള്ളാവട്ടെ അതിന് മുകളിലാവട്ടെ, ഇല്ല കഫറല്ലാഹു ബിഹ, ആ മുള്ള് കാരണം അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തിനിക്ക് പകരം അള്ളാഹു പ്രായശ്ചിത്തം ചെയ്തിട്ടല്ലാതെ സയ്യിആത്തി, അവൻ്റെ ദോഷങ്ങളെ, അത് കാരണമായിട്ട് അവൻ്റെ ദോഷങ്ങൾക്കത് പ്രായശ്ചിത്തമാണ്. വഹുത്തത്തു അൻഹു ദുനൂബുഹു, അവൻ്റെ ദോഷങ്ങൾ അവനെ തൊട്ട് കൊഴിഞ്ഞു പോകപ്പെടും. ഏതുപോലെ? കമാ തഹത്തു ഷജറത്തു വറഖഹ, ഒരു മരം ആ മരത്തിൻ്റെ ഇലകളെ പൊഴിക്കുന്നത് പോലെ. ക്ലിയർ അല്ലേ? ആ വിമാന ഷംന, യെസ്, 39. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, മൻ ഒരാൾ, യുരിദ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു, ബിഹി അവനെ കൊണ്ട്, ഖൈറൻ ഒരു നന്മ ഉദ്ദേശിച്ചിരിക്കുന്നു. അള്ളാഹു ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ യുസിബ്, അവൻ വിഷമങ്ങൾ നൽകും, മിൻഹു അവനിൽ നിന്നും ചില പ്രയാസങ്ങൾ, മുസീബത്തുകൾ അവൻ നൽകും. അപ്പോൾ അതിൽ ക്ഷമ കൈക്കൊണ്ട് വലിയ അളവറ്റ നന്മകൾ നമ്മൾ വാരിക്കൂട്ടണമെന്നാണ് ഹദീസിൻ്റെ സാരം. അവൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ പ്രയാസം നൽകും, അല്ലെങ്കിൽ അവൻ്റെ മുതലിൽ പ്രയാസം നൽകും, അവന് ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളിൽ പ്രയാസം നൽകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിക്ക് ഖൈറുണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പുണ്യമുണ്ട്, ഖൈറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലബത്തു യുസിബ് ബി ഫത്ഹി സ്വാദി വ കസ്രിഹ, യുസിബ് എന്നും വായിക്കാം, ലബത്തു അവർ ലബ്ത്ത് ചെയ്തിരിക്കുന്നു, ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. യുസിബ് എന്നതിനെ യുസബ് എന്നായിട്ടും യുസിബ് എന്നായിട്ടും, സാദിനിക്ക് ഫത്ഹ് കൊണ്ടും സാദിനിക്ക് കസ്ർ കൊണ്ടും ഓതിയിട്ടുണ്ട്. യുസബ് എന്ന് പറയുമ്പോൾ മുസീബത്ത് നൽകപ്പെടും, യുസിബ് എന്ന് പറഞ്ഞാൽ അവൻ മുസീബത്ത് നൽകും. മുസീബത്ത് നൽകപ്പെടും എന്നാകുമ്പോൾ അള്ളാഹു തന്നെയാണ് കൊടുക്കുന്നത്, വിഷമങ്ങൾ നൽകുന്നത് അള്ളാഹു തന്നെയാണ്. അത് അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്ത് കളയപ്പെട്ടത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, വലിയ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ വിപത്തുകളിൽ പെടുത്തും. അപ്പോൾ ഒരു അപകടമുണ്ടാകുന്നത്, പ്രയാസമുണ്ടാകുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഗുണകരമാണ്. ക്ലിയർ അല്ലേ? എവിടെ
ഉം. ജുമാന ക്ലിയർ അല്ലേ? ജുമാനല്ലേ വന്നിട്ടില്ലേ? ഉണ്ടല്ലോ, കേൾക്കുന്നില്ലേ? 40. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത ലിദുർരിൻ അസാബഹു ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. നമുക്കൊരു പ്രയാസമെത്തി, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രയാസമെത്തി. ആ പ്രയാസമെത്തിയത് കൊണ്ട് ഒരാളും മരണത്തെ കൊതിക്കാൻ പാടില്ല. ഒന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ എന്ന് പറയാൻ പാടില്ല, എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഇനി അവന് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര പ്രയാസമാണ് എന്നാലോ അത് ചിന്തിക്കാൻ ഇങ്ങനെ തോന്നുകയാണ്, ഇത്രയും പ്രയാസം. എന്നാൽ അവൻ പറയണം, അല്ലാഹുമ്മ അല്ലാഹുമ്മ അഹ്യിനി, ഉച്ചകത്തെ വേണ്ട, രാത്രികത്തെ മതി. അല്ലാഹുമ്മ അഹ്യിനി, അല്ലാഹുവേ നീ എന്നെ ജീവിപ്പിക്കണം. മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, എനിക്ക് ജീവിതം ഖൈറാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്ക്. വതവഫനി, നീ എന്നെ മരിപ്പിക്ക്. ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, മരണമാണ് എനിക്ക് ഖൈറ്, ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്ക് എന്ന് അവൻ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നോക്കാം. ലാ യതമന്നയന്ന, ഒരിക്കലും കൊതിക്കരുത്, അഹദുക്കും, നിങ്ങളിൽ നിന്നും ഒരാളും കൊതിക്കരുത്, അൽ മൗത്ത, മരണത്തിനെ കൊതിക്കരുത്, ലിദുർരിൻ, ഒരു പ്രയാസമുണ്ടായ, അസ്വാബഹു, അവനിക്ക് എത്തിയ ഒരു മുസീബത്ത് അല്ലെങ്കിൽ ഒരു പ്രയാസം, അത് കാരണം ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. ഇനി ഫഇൻ കാന, അവനായാൽ, ലാ ബുദ്ദ ഫായിലൻ, അങ്ങനെ ചിന്തിക്കുന്നവനായി, ലാബുദ്ധ, ഗത്യന്തരമില്ലാതെ, വളരെ പ്രയാസപ്പെട്ട് അങ്ങനെ കരുതുന്നവനായാൽ, അങ്ങനെ മനസ്സിലിങ്ങനെ വന്നു പോവുകയാണ്. ദുനിയാവിൽ ഒരുപാട് പരീക്ഷണം കിട്ടിയപ്പോൾ അവൻ്റെ മനസ്സിലിങ്ങനെ വന്നു പോവുകയാണ്, എന്ത്, ഒന്ന് മരിച്ചാൽ നന്നായിരുന്നു എന്നുള്ള ആ ചിന്ത ഇങ്ങനെ വരികയാണെങ്കിൽ, ഫൽയഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്. ഇനി 41. وعن أبي عبد الله خباب بن الأرت رضي الله عنه قال شكونا إلى رسول الله صلى الله عليه وسلم وهو متوسد بردة له في ظل الكعبة فقلنا ألا تستنصر لنا ألا تدعو لنا فقال قد كان من قبلكم يؤخذ الرجل فيحفر له في الأرض فيجعل فيها ثم يؤتى بالمنشار فيوضع على رأسه فيجعل نصفين ويمشط بأمشاط الحديد ما دون لحمه وعظمه ما يصده ذلك عن دينه والله ليتمن الله هذا الأمر حتى يسير الراكب من صنعاء إلى حضرموت لا يخاف إلا الله والذئب على غنمه ولكنكم تستعجلون رواه البخاري. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് തേച്ച ഇത് തേക്കിപ്പോ തന്നെ എവിടെയും തേച്ചോ. ഫിസിക്സ് മൂന്നാളും ഇരുന്നിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ നോക്കുക, മനസ്സിലായോ? ഡിസ്കസ് ചെയ്യുക, അത് പഠിക്കപ്പെടുന്നുണ്ട്. നാളെ വേറൊരു ഇതും വേണ്ട കേട്ടോ. അത് വേണം, നാളെ വേണം. നിന്നെ നേതൃത്വത്തിന് ഏൽപ്പിച്ചിരിക്കണേ, നീയാണ് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇനി പരീക്ഷയ്ക്ക് വരുന്ന പാഠം നിന്നെ ഏൽപ്പിച്ചിരിക്കണേ. നീ മറ്റോ പോയതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നിൽക്കണ്ട, മനസ്സിലാണ്ട? പഠിച്ചോ, ഞാൻ പോരാ. ഓക്കെ. കഅബയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് വന്നു. ആ സമയത്ത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് കഠിനമായ പ്രയാസങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാലോ, പലരെയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി, കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ അകറ്റി, കൊലപാതകങ്ങൾ വരെ ചെയ്തു, ഭക്ഷണം കൊടുക്കാതെ ഒരു റൂമിലിട്ട് അടച്ചു. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാം. അപ്പോൾ സ്വഹാബത്ത് വന്ന് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചൂടെ? അപ്പൊ തന്നെ വേണത് എന്നാ പറഞ്ഞിട്ടുള്ളത്?
ഞങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തൂടെ, സഹായം ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമുദായത്തിൽ നിന്നും സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു വിശ്വാസിയെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഭൂമിയിൽ വലിയ ഒരു കുഴി കുഴിക്കും. ആ കുഴിയിലേക്ക് ഇദ്ദേഹത്തെ ഇറക്കും. എന്നിട്ട് വാള് കൊണ്ടുവരാൻ പറയും. അദ്ദേഹത്തിൻ്റെ തലയിൽ വെക്കും. 2 കഷ്ണമാക്കി അദ്ദേഹത്തെ മാറ്റും. അതുപോലെ ഇരുമ്പിൻ്റെ ചീർപ്പുകളെ കൊണ്ട് മാംസവും എല്ലുമൊക്കെ അവിടെയൊക്കെ തട്ടുന്ന രൂപത്തിൽ, പുറത്തെടുക്കുന്ന രൂപത്തിൽ ചീകും. എന്ത് ചെയ്യും? ചീകും. മാംസവും അതുപോലെ എല്ലുമൊക്കെ വേർപെടുത്തുന്ന രൂപത്തിൽ ചീകും. പക്ഷേ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടും അവരുടെ മതവിശ്വാസത്തിൽ നിന്നും അവർ പുറകോട്ട് പോയില്ല. നിങ്ങൾക്ക് അത്രയൊന്നും പ്രയാസം എത്തിയിട്ടില്ലല്ലോ, ക്ഷമിക്കൂ എന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. എന്നിട്ടൊരു ശുഭ പ്രതീക്ഷയും കൂടി കൊടുക്കുകയാണ്. സ്വൻആ എന്ന ഒരു സ്ഥലമുണ്ട് യമനിൽ. യമനിൻ്റെ തലസ്ഥാനമാണ്. ആ സ്ഥലത്തു നിന്നും ഹളറമൗത്ത് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം, ആ സ്ഥലം വരെ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാതെ, വേറൊരാളെയും ഭയപ്പെടണ്ട, അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാതെ ഒരാൾക്ക് സഞ്ചരിക്കാൻ, ഇസ്ലാം മതം സ്വീകരിച്ച ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കിത്തരും. അതുപോലെ ആടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ആടിനെ ചെന്നായയും പിടിക്കും. അങ്ങനെ ചെന്നായനെയും അള്ളാഹുവിനെയും അല്ലാതെ പേടിക്കാതെ ഒരു യാത്രക്കാരന് സ്വൻആയിൽ നിന്നും ഹളറമൗത്ത് വരെ യാത്ര ചെയ്യാൻ കഴിയും. അത് കുറച്ച് കഴിയും, കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. പക്ഷെ നിങ്ങളിപ്പോഴും എന്താണ്, അതിങ്ങനെ വേഗത്തിൽ വേണം, വേഗം വേണം, വേഗം വേണം എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുക. അതുകൊണ്ട് അത് ചെയ്യണ്ട, സമയം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ശുഭപ്രതീക്ഷ കൂടി നൽകുകയാണ്. ക്ഷമിക്കൂ, ക്ഷമ കൈക്കൊള്ളൂ, അന്തിമ വിജയം നിങ്ങൾക്കു തന്നെയാണ് എന്ന് പറയുകയാണ്. ഓക്കെ അല്ലേ? ആശയം മനസ്സിലായോ? ആശയം ക്ലിയർ ആയോ? ഇവിടെ ഷംന, നോക്കാം. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശക്കൗന, ഞങ്ങൾ പരാതി പറഞ്ഞു, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഞങ്ങൾ പരാതി പറഞ്ഞു. എന്താ പരാതി പറഞ്ഞത്? ശേഷം പറയട്ടോ. വഹുവ മുത്തവസ്സിദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലയണ വെച്ച് കിടക്കുകയാണ്. എന്തിനെയാണ് തലയണ വെച്ചത്? ബുർദത്തൻ. നബിതങ്ങൾക്ക് ഒരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പിനെ തലയണ വെച്ച് നബിതങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫീ നില്ലിൽ കഅബ, കഅബയുടെ തണലിൽ. ആ സമയത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഅബയുടെ തണലിൽ നബിതങ്ങളുടെ
പുതപ്പ് തലയണയാക്കി വെച്ച് കിടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങൾ പരാതി പറഞ്ഞു. എന്താണ് പരാതി പറഞ്ഞത്? ഫഖുൽന, ഞങ്ങൾ പറയുകയാണ്, അലാ തസ്തൻസിറു, അങ്ങ് സഹായം ചോദിച്ചുകൂടെ, ലന, ഞങ്ങൾക്ക് വേണ്ടി. ശത്രുക്കളെ തുരത്തി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചോദിച്ചൂടെ. അലാ തദ്ഉ ലന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ സഹിക്കല്ലേ നബിയെ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് കാന, തീർച്ചയായും ഉണ്ടായിരുന്നു, മൻ ഖബലക്കും, നിങ്ങളുടെ മുൻപുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവരായിരുന്നു. യുഖദു റജുലു, ഒരു മനുഷ്യനെ അവർ പിടിക്കും. ഫയുഹ്ഫറു ലഹു, എന്നിട്ട് ആ മനുഷ്യന് വേണ്ടി കുഴി കുത്തപ്പെടും. ഒരു മുഅ്മിനായ മനുഷ്യനെ പിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? അവനക്ക് വേണ്ടി ഒരു കുഴി കുത്തും. ഫയുജഅലു ഫിഹ, എന്നിട്ട് അവനെ ആ കുഴിയിലേക്ക് ഇറക്കപ്പെടും. സുമ്മ യുഅ്താ ബിൽ മിൻഷാർ, പിന്നീട് ഒരു വാള് കൊണ്ടുവരപ്പെടും. ഫയൂളഉ അലാ റഅസിഹി, അവൻ്റെ തലയിൽ അത് വെക്കപ്പെടുകയും ചെയ്യും. ഫയുജഅലു നിസ്ഫൈനി, അവനെ രണ്ട് ഭാഗമായി ഛേദിക്കപ്പെടും. വയുംശത്തു, ശിക്ഷിക്കപ്പെടും, അവനെ ചീകപ്പെടും. ബി അംശാത്തിൽ ഹദീദ്, ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ചീകപ്പെടും. മാ ദൂന ലഹ്മിഹി വ അളുമിഹി, അവൻ്റെ അളുമ് എന്ന് പറഞ്ഞാൽ എല്ല്, ലഹ്മ് എന്ന് പറഞ്ഞാൽ മാംസം, അവൻ്റെ എല്ലും മാംസവും വേർപെടുന്നതിന് വേണ്ടി അങ്ങനെ ചീകും. എല്ലിനെയും മാംസത്തെയും വേർപെടുത്താൻ ചീകി മാറ്റപ്പെടും. മായസുദ്ദുഹു, ഇങ്ങനെ നിങ്ങൾ പറയാണ്, മായസുദ്ദുഹു, ആ വ്യക്തിയെ തടഞ്ഞില്ല. ദാലിക, ഈ പ്രവർത്തനം തടഞ്ഞില്ല. അൻ ദീനിഹി, അവൻ്റെ മതത്തെ തൊട്ട് തടഞ്ഞില്ല. അവൻ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ദീനിൽ ഉറച്ചു, ക്ഷമ കൈക്കൊണ്ട് ദീനിൽ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലയുത്തിമ്മന്ന, അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. ഹാദൽ അംറ, ഈ കാര്യത്തിനെ, ഈ കാര്യത്തിനെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്ത, എത്രത്തോളം? ഹത്ത യസീറ അറാക്കിബു, ഒരു യാത്രക്കാരൻ സഞ്ചരിക്കുന്നത് വരെ. മിൻ സ്വൻആ, സ്വൻആയിൽ നിന്നും സഞ്ചരിക്കുന്നത് വരെ. ഇലാ ഹളറമൗത്ത്, ഹളറമൗത്ത് വരെ. ഹളറമൗത്ത് നിന്ന്, സ്വൻആയിൽ നിന്നും ഹളറമൗത്ത് വരെ സഞ്ചരിക്കാൻ ഒരാൾക്ക് കഴിയും. എങ്ങനെ സഞ്ചരിക്കും? ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാതെ. അള്ളാഹിനെ പേടിക്കണം, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും പേടിക്കാതെ സഞ്ചരിക്കാൻ കഴിയും. പിന്നെന്തിനേയും? ചെന്നായയെയും, അലാ ഗനമിഹി, അവൻ്റെ ആടുകളുടെ മേൽ. ചെന്നായ ഉണ്ടാവും, അതിനെയും പേടിക്കേണ്ടി വരും. വലാകിന്നക്കും, പക്ഷേ നിങ്ങൾ, തസ്തഅ്ജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്, ധൃതി തേടുകയാണ്. എല്ലാം പെട്ടെന്ന് തന്നെ വേണം, പെട്ടെന്ന് തന്നെ വേണം.
എന്ന് നിങ്ങൾ വിചാരിക്കുക. അതുകൊണ്ട് അങ്ങനെ ധൃതി കാണിക്കണ്ട, ക്ഷമ കൈക്കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ സഹായം ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഈ റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയുണ്ട്, വഹുവ മുത്തവസ്സിദുൻ ബുർദത്തൻ, നേരത്തെ പറഞ്ഞാൽ തന്നെ കൂട്ടത്തിൽ ഇതും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് വഖദ് ലഖീന മിനൽ മുശ്രിക്കീന, വഖദ് ലഖീന ഞങ്ങൾ അനുഭവിച്ചു മിനൽ മുശ്രിക്കീന മുശ്രിക്കീങ്ങളിൽ നിന്ന് ശിദ്ദത്തൻ പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നുകൂടി അവിടെ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ എന്തില്ല, മുശ്രിക്കീങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിച്ചു എന്ന് ഇവിടെ ശേഷമല്ലല്ലോ, ഇവിടെ എന്തേ ഉള്ളൂ, വഹുവ മുത്തവസ്സിദുൻ ബുർദത്തൻ ലഹു ഫീ ദില്ലിൽ കഅബത്തി. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ മറ്റൊരു റിവായത്തിൽ ഞങ്ങൾ മുശ്രിക്കീങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, പ്രയാസങ്ങൾ അനുഭവിച്ചു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? മതി.